നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മളൊരു മഫിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. മഫിനും കപ്പ് കേക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, കപ്പ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പം ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ് കപ്പ് കേക്കിന് തയ്യാറാക്കുന്നത്. പക്ഷേ മഫിന് ബട്ടറിന് പകരം നമ്മൾ വെജിറ്റബിൾ ഓയിലും ഒക്കെ ഒഴിക്കാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ബട്ടറിന് പകരം ചേർക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ മഫിനകത്ത് നമ്മൾ അത്രയ്ക്കങ്ങ് ബീറ്റ് ചെയ്ത് നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മഫിനകത്ത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പൾപ്പ്, അതുപോലെ ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, നട്ട്സ് അതൊക്കെ ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടി ഒരു ഹെൽത്തി വേർഷനാണ് മഫിൻ എന്ന് പറയുന്നത്. നമ്മൾ മഫിൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ കപ്പ് കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഐസിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാറുണ്ട്. മഫിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മാമ്പഴം വെച്ചിട്ടുള്ളൊരു മഫിനാണ്. അപ്പം മഫിൻ തയ്യാറാക്കുമ്പം ഓൾ പർപ്പസ് ഫ്ലോറിന് പകരം നമുക്ക് ഗോതമ്പ് പൊടി, അതുപോലെ ഓട്സിൻ്റെ പൊടി ഇതൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ കപ്പ് കേക്കിനെ അപേക്ഷിച്ച് നമ്മൾ ഇതിനകത്ത് പഞ്ചസാര കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതിയാകും. നമുക്ക് മാമ്പഴം വെച്ചിട്ട് മഫിൻ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലെ മാങ്ങ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയുടെ പീസ് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പൾപ്പ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന മുട്ടയാണ്. അത് കുറച്ച് നേരം ഒന്ന് പുറത്തെടുത്തതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാര 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വാനില എസൻസ് ഒരു 3/4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടായാലും മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. അപ്പോൾ ഇത് നമ്മുടെ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ തരി ഒരു ഡിസോൾവ് ആകാൻ കുറച്ച് പാടുണ്ട് നമ്മൾ പൊടിച്ചെടുക്കാത്തതുകൊണ്ട്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 75 ml വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. 75 ml ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതൊന്ന് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടി ഇതൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ മൈദയാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്കൊരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് പാൽ ആഡ് ചെയ്യുന്നില്ല. നമ്മളിത് ഇനി മാങ്ങയുടെ പൾപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ മിൽക്ക് ചിലർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം മോരും വെള്ളം. അപ്പോൾ ഈ പാലിനകത്ത് കുറച്ച് വിനാഗിരിയോ നാരങ്ങയോ ചേർത്ത് എടുത്താൽ അത് ബട്ടർ മിൽക്കായി കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മാങ്ങയുടെ ചെറിയ പീസസാണ് ചേർക്കുന്നതെങ്കിൽ ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ മാങ്ങയുടെ പൾപ്പ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മൾ മാങ്ങ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൾപ്പ് നമുക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് നമ്മൾക്കിതുപോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഒരു തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ആ ഒരു പൾപ്പും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു യെല്ലോയിഷ് കളറും കൂടി വരുവേ. അപ്പോൾ ഒരു നല്ലൊരു കളറും കിട്ടും. ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ഇനി നമുക്കൊരു മഫിൻ്റെ ട്രേ ഉണ്ടല്ലോ, മഫിൻ ട്രേ എടുത്തിട്ട് അതിനകത്ത് നമുക്കിതുപോലെ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ മഫിൻ്റെ മോൾഡ് ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് ഈ കപ്പ് കേക്ക് ട്രേയിലോത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ബട്ടർ നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ ബാറ്റർ ആദ്യം ഒഴിച്ച് കൊടുക്കും. ഇതിനകത്തോട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ബാറ്റർ ഒത്തിരി ലൂസായി പോയാൽ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് അടിയിലങ്ങ് അടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ബാറ്റർ എപ്പോഴും ഈ ഒരു പരുവത്തിലിരിക്കണം, ഒത്തിരി ഒരു കട്ടിയായിട്ടിരിക്കണം. എന്നാലേ ആ ഇടയ്ക്ക് ചോക്ലേറ്റ് ചിപ്സ് ഒത്തിരി അങ്ങ് താഴെ പോകാതെ ആ ഒരു ലെവലിൽ തന്നെ ഇരിക്കത്തുള്ളൂ. അതിന് മുകളിലായിട്ട് പിന്നെയും ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഹാഫ് പോർഷൻ മാത്രം ആ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഓവർഫ്ലോ ആയി പോകും. മഫിൻ തയ്യാറാക്കുന്നത് ഗ്യാസ് ഓവനിലാണ്. അപ്പോൾ ഇതൊരു 180 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. മഫിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അന്നേരത്തിന് മഫിൻ്റെ ബാറ്റർ എല്ലാം തയ്യാറാക്കി ഇപ്പം മഫിൻ ട്രേയിലൊക്കെ ഒഴിച്ച് വെച്ചേക്കുവാണല്ലോ നമ്മൾ. അപ്പോൾ ആ മഫിൻ ട്രേ നമുക്ക് ഓവനകത്തോട്ട് എടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഒത്തിരി നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ടാൽ അതിനനുസരിച്ച് ചൂട്, അതിനകത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. തന്നെ ഒരു 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓവനകത്തല്ലാതെ സ്റ്റൗവിനകത്തും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഒരു പാൻ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിനകത്തൊരു റിങ്ങോ പാത്രമോ എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് ഈ മഫിൻ്റെ ട്രേ എടുത്ത് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് എടുത്താൽ ഇതുപോലെ തന്നെ നമുക്ക് അടിപൊളി ഒരു മഫിൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ മഫിനൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഓവനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. അടിയൊക്കെ നല്ല ഒരു ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് എടുക്കാവുന്നതാണ്, അൺമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ പേപ്പറും കപ്പ് കേക്കിൻ്റെ പേപ്പറോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഈസി ആയിട്ട് ഈ മഫിൻ ട്രേക്കകത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ എടുക്കാവുന്നതാണ്. നമ്മൾ അതിനു മുമ്പ് ഈ എളുപ്പം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ബട്ടറൊക്കെ തേച്ച് കൊടുത്തിരുന്നല്ലോ. ബട്ടറിന് പകരം നമുക്ക് ഓയിലും തേച്ച് കൊടുക്കാവുന്നതാണ് മഫിൻ ട്രേയിൽ. അങ്ങനെ നമ്മുടെ മാമ്പഴം കൊണ്ടുള്ള മഫിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.